Hello everyone, this video is our IT practical Libre office styles formatting index and table is a very simple topic to discuss. I will answer this topic in one minute answer. I will answer heading heading create a question table content index table of content this is guarantee ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് 7 മാർക്ക് ഇങ്ങനെയാണ് സാമ്പിൾ കാണിച്ചത്. ഓക്കെ, ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ എന്ത് ചെയ്യാം, താഴെ ടൈം ലൈൻ ഇടാം. അപ്പോൾ മക്കളെ, ഇത് വളരെ 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 സിമ്പിൾ ടോപ്പിക്കാണ്. രണ്ട് ടൈപ്പ് ചോദ്യം പറയാം. ഒന്നെങ്കിൽ ഹെഡിങ് ഉണ്ടാക്കാൻ അല്ലെ മോഡിഫൈ ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ഉണ്ടാക്കാനും കാണിക്കും. വളരെ സിമ്പിളാണ്. ലിബ്രെ ഓഫീസ് റൈറ്ററിൽ എന്തൊരു ക്വസ്റ്റ്യൻ വന്നാലും ഇതെന്നേ വരുള്ളൂ. ആൻഡ് ഇതുപോലെ നിങ്ങൾക്കൊരു ബോണസ്, ഈ വീഡിയോ കണ്ടാൽ എന്താണ്, മൊത്തം കണ്ടാൽ ഞാൻ ഈ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തിയറിയിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ദാറ്റ് തിയറിയിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് നിങ്ങൾക്ക് അലൻസാർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. ഇതാണ് ഡീറ്റെയിൽസ്. ആൻഡ് അലൻസാറിൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലുണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഏകദേശം 11 ക്വസ്റ്റ്യൻസ് എൻ്റെ കയ്യിലുണ്ട്. കുറേയൊക്കെ വേഗം സെയിം സാധനത്തിന് റെപ്പിറ്റേഷനാണ്. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യാം. ഇതല്ല, ഞാൻ കുറച്ച് ഓർഡറൊക്കെ മാറ്റും. ഓക്കെ, നോക്കിക്കേ. ആക്ടിവിറ്റി 5 വെച്ച് തുടങ്ങാം. ഞാൻ എല്ലാം ചെയ്തു തരാൻ, കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, കേരളത്തിലെ പരമ്പരാഗത കലോത്സവങ്ങളുള്ള ഒരു ലേഖനമുണ്ട്. ഓക്കെ, ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ artforms.kerala.ott എന്ന ഫയലുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് ആഡ് ചെയ്യണം. ബേസിക്കലി ആ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് ബുക്ക് ഓർക്കുകയാണെങ്കിലും പേജ് നമ്പറും ഹെഡിങ്ങും ആയിട്ട് കൊടുക്കുന്ന സാധനമില്ലേ, അത് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഹോമിൽ പോവുക, എക്സാം ഡോക്യുമെൻറ്റ്സിൽ പോവുക. പക്ഷേ എൻ്റെ കയ്യിൽ ഞാൻ ഡെസ്ക്ടോപ്പിലാണ് കൊണ്ട് ഇട്ടിട്ട്. അപ്പോൾ നിങ്ങൾ ഹോമിൽ പോയിട്ട് എക്സാം ഡോക്യുമെൻറ്റ്സിൽ പോയിട്ട് എന്താണ് ഫയൽ പറഞ്ഞത്, artforms Kerala OTT. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ്, OTT എന്ന് പറഞ്ഞാൽ എന്താ, ലിബ്രെ ഓഫീസ് റൈറ്ററിൻ്റെ ഫയലാണ്. ഓക്കെ, അതിൻ്റെ എക്സ്റ്റൻഷൻ OTT. ODS എന്താണ്, ലിബ്രെ ഓഫീസ് ഷീറ്റ്സിൻ്റെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓപ്പൺ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും പഠിക്കുക. ഓക്കെ, ഇതേ സോഫ്റ്റ്വെയർ ഇപ്പോൾ നമ്മൾ ലിബ്രെ ഓഫീസ് ഷീറ്റ് അല്ലേ എടുത്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പഠിക്കുക. ഓക്കെ, നോക്കിയേ, ലിബ്രെ ഓഫീസ് കാൽക്ക് കേട്ടോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് പഠിച്ചു, OTTയും പഠിച്ചു. അപ്പോൾ OTT മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ OTT ഓപ്പൺ ചെയ്തു. നമ്മുടെ OTT സിനിമ അതല്ല കേട്ടോ. ഓക്കെ, റെഡി. ഇനി ODB എന്ന് പറയുമ്പോൾ ഇവിടെ കാണാൻ പറ്റില്ല ഫയൽസ്, അത് ഡേറ്റാബേസ് ആണ് കേട്ടോ. ഓക്കെ, റെഡി. ഇങ്ങോട്ട് വരാം. ഇനി പറഞ്ഞിരിക്കുന്നത് ലേഖനങ്ങൾ ആദ്യം പേജിൽ ഉള്ളടക്കം കൊടുക്കണം. ഓക്കെ, ബേസിക്കലി ഇൻഡെക്സ് കൊടുക്കണം. അതിന് ഹിൻഡ് തന്നിട്ടുണ്ട്. ഇതാ ഉപശീർഷകങ്ങൾ ഹെഡിങ് 1 എന്ന സ്റ്റൈൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇംഗ്ലീഷുകാർക്ക് കാണിച്ചു തരാം. എക്സാം ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്യാം. സെലക്ട് ഓൾ സബ് ഹെഡിങ്സ്. ഓക്കെ, സബ് ഹെഡിങ്സ് സെലക്ട് ചെയ്ത് കൺട്രോൾ നിൽക്കി ഡബിൾ ക്ലിക്ക് ഓൺ ഹെഡിങ് 1 സ്റ്റൈൽ. അപ്പം പറഞ്ഞുതരാം. നോക്കി, ഇത് വരുന്നു. ആദ്യത്തെ പേജ് മൊത്തം കാലിയാണ്. താഴേക്ക് വരുമ്പം ഇയാളല്ല, ഇത് മെയിൻ ഹെഡിങ് അല്ലേ, ഇതല്ല. ഈ നമ്പർ ഇട്ട ഹെഡിങ് ഉണ്ടോ, ഇത് നെക്കിയിട്ട് നമ്മൾ സ്റ്റൈൽ മാറ്റണം. എവിടെയാണ് സ്റ്റൈൽ കിട്ടുക, ഒന്നെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് മേലെ അപ്പുറത്തെ ഡിഫോൾട്ട് സ്റ്റൈൽ മറ്റേ ഹെഡിങ് 1 ആക്കാം. അതൊന്നെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇനി എഡിറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ അവിടുന്ന് മോർ സ്റ്റൈലിലേക്ക് നിൽക്കാം. ഓക്കെ, മോർ സ്റ്റൈൽ നിൽക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ മോർ സ്റ്റൈൽ വേറെ രീതിയിൽ വരുത്തണമെങ്കിൽ നിങ്ങൾ എന്ത്, ഇവിടെ കണ്ടോ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് സാധനം കാണാം. ഓക്കെ, ഇതാ ആദ്യത്തേതല്ല, രണ്ടാമത്തെ, മൂന്നാം, നാലാമത്തെ സാധനം. ഇത് നിൽക്കിയാലും ഈ സാധനം വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ കഥകളി, ഇതൊരു സബ് ഹെഡിങ്ങാണ്. അത് ഞാൻ കൊടുത്തിട്ട് ഇവിടെ താഴേക്ക് വരുന്നു. ഹെഡിങ് ഉണ്ടോ, എൻ്റെ പുറകിൽ അതൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ കുറച്ച് നീങ്ങി തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹെഡിങ് വരുന്നു. ഓക്കെ, ഹെഡിങ് 1 കൊടുക്കുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ ഓരോന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു, രണ്ടാമത് സെലക്ട് ചെയ്യുന്നു, ഹെഡിങ് 1 കൊടുക്കുന്നു, വലിയ പണിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ മോഹിനിയാട്ടം സെലക്ട് ചെയ്തു, കൺട്രോൾ ഞെക്കിയിട്ട് ഡബിൾ ക്ലിക്ക് അല്ലെങ്കിൽ വലിച്ച് വരയ്ക്കും. ഇത് സെലക്ട് ചെയ്തു, ഇതും സെലക്ട്, കൺട്രോൾ ഞെക്കി പിടിച്ചിട്ടുണ്ട്. CTR അല്ല, ഏറ്റവും ബോട്ടത്തിലുള്ള കീ. ഓക്കെ, അത് ഞെക്കി സെലക്ട് ചെയ്തു, ഇതാ ഇതും. ഓക്കെ, അതേപോലെ എനിക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, ഇതിൻ്റെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, എല്ലാം സെലക്ട് ചെയ്യുക, എല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ വന്നു, ഹെഡിങ്ങിലേക്ക് വരുന്നു, ഹെഡിങ് 1 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, എല്ലാം ആയല്ലോ, സെറ്റ്. അപ്പോൾ എല്ലാ ഹെഡിങ് ആയി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടൈം നോട്ട് ചെയ്ത് എപ്പോഴും 30-40 സെക്കൻഡ് ആയിട്ടുണ്ടാവുള്ളൂ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി ഒന്നുമില്ല, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഹെഡിങ് 1 ആക്കി. ക്ലിക്ക് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ മെയിൻ ഹെഡിങ് ആൻഡ് എൻറ്റർ ഇൻസേർട്ട് ആൻഡ് ടേബിൾ ബ്ലാബ്ലി ബ്ലൂ ബ്ലൂ ബ്ലൂ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ മെയിൻ ഹെഡിങ് ഇവിടെ നിൽക്കരുത്, അതിൻ്റെ താഴെ ഒരു ലൈൻ ലീവ് ചെയ്തിട്ട് ഇൻസേർട്ട് നിൽക്കുക, താഴെ വരും. ഓക്കെ, അപ്പോൾ ഇവർ ചോദിക്കും, എക്സാമിന് തിയറി എക്സാമിന് ചോദിക്കും, എങ്ങനെയാണ് ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് ആഡ് ചെയ്യുക. എവിടെയാണ് കിട്ടുക, ഫയൽ, എഡിറ്റ്, വ്യൂ, ഒന്നുമല്ല, ഇൻസേർട്ടിൽ വരിക. ഇൻസേർട്ടിൽ വന്നിട്ട് നോക്കിക്കേ, ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സിനുള്ളിൽ ഇൻഡെക്സ് എൻട്രി അല്ല, ബിബ്ലിയോഗ്രാഫി എൻട്രി അല്ല, ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇതിന്. ഓക്കെ, ഇനി എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞില്ല. ഓക്കെ, നിൽക്കുക. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇത് ചെയ്താൽ മാർക്ക് കിട്ടി മക്കളെ.
അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് ചെയ്യുക, സേവ് ആസ് കൊടുക്കുക. എന്തായിട്ട് സേവ് ചെയ്യേണ്ടത്? നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _question നമ്പർ. അലൻ സാറിന് രജിസ്റ്റർ നമ്പർ പണ്ടേ മുതൽ ആരും തന്നില്ല. അപ്പോൾ സേവ് ആസ് കൊടുക്കുന്നു, നിങ്ങൾ ഹോമിൽ വരുന്നു, exam 10 നിൽക്കുന്നു. exam 10 നിങ്ങൾ എന്താണ്, ഞാൻ ഇതിനെ index 1 എന്നിടാം. index_1 എൻ്റെ ഇൻഡെക്സിൻ്റെ ഫസ്റ്റ് ആൾ. അപ്പോൾ ഞാൻ സേവ് ചെയ്യുന്നു, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഹെഡിങ് മാറ്റി ഇതാക്കി. സിമ്പിളായിട്ട് മനസ്സിലായി. ഒരു മിനിറ്റിൽ എങ്ങനെ ഇത്ര മാർക്ക് കിട്ടാമെന്ന് കഴിഞ്ഞു പരിപാടി. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കിയേ. ഇവിടെ ഒന്നുമില്ല, ന്യൂക്ലിയർ പ്ലാന്റ്സ് .ott ഓപ്പൺ ചെയ്യുന്നു, ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് ആഡ് ചെയ്യാൻ പറയുന്നു. ഹെഡിങ് 1 ആക്കണം ആദ്യം, സ്റ്റൈൽ മൊത്തം. അതാണ് അതിൻ്റെ ഇംഗ്ലീഷ് ഇതുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വേഗം ചെയ്യാം. അപ്പോൾ നമുക്ക് ടൈം കിട്ടോ, ടൈം സ്റ്റാർട്ട് ചെയ്താൽ ടൈം സ്റ്റാർട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ഹോമിൽ വരുന്നു, എക്സാം ഡോക്യുമെൻറ്റ്സ് വരുന്നു, ന്യൂക്ലിയർ പ്ലാന്റ്സ് ഓപ്പൺ ചെയ്യുന്നു. ഇനി ആദ്യം തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ സബ് ഹെഡിങ് ചെറിയ ഉപശീർഷകങ്ങൾ എന്ത് ചെയ്യണം, ഇത് യൂസിങ് കൺട്രോൾ ഹെഡിങ് 1 സ്റ്റൈൽ ആക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇയാളെ നിൽക്കുന്നു, കൺട്രോൾ നിൽക്കട്ടെ, അല്ലെങ്കിൽ സമയം കുറേ പോകും. കൺട്രോൾ എനിക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഉണ്ട്, ഇങ്ങനെ സൂം ഔട്ട്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. കൺട്രോൾ നെക്കി പിടിച്ചുകൊണ്ട് തന്നെ ഇടയ്ക്ക് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇതാക്കണം. എന്താണ്, കൺട്രോൾ നിൽക്കണം, അല്ലെങ്കിൽ പോട്ടോ. അപ്പോൾ ഇത്ര ഹെഡിങ് അല്ലേ ഉള്ളൂ, ഇത്ര ഹെഡിങ് ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം, എൻ്റെ പുറകിലുള്ള സ്റ്റൈൽ വന്നില്ലെങ്കിൽ സ്റ്റൈൽ നിൽക്കുക, ഈ 4ാമത്തെ ബട്ടൺ നിൽക്കുക, എന്നിട്ട് ഹെഡിങ് 1 കൊടുക്കാൻ പറഞ്ഞു. ഹെഡിങ് ഇതാ ഈ ബട്ടൺ നിൽക്കുക, താഴേക്കെല്ലാം വന്നു, ഹെഡിങ് 1 ഡബിൾ ക്ലിക്ക്, എല്ലാം വന്നല്ലോ. ഹെഡിങ് 1 തന്നെയല്ലേ ക്വസ്റ്റനിൽ പറഞ്ഞത്, അത് കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഒന്നുമില്ല, പിന്നെന്താണ് ഇൻഡെക്സ് ആഡ് ചെയ്യുക അല്ലേ, കഴിയും. ഒരു കഴിഞ്ഞു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇൻസേർട്ടിൽ വരുന്നു, ടേബിൾ ഓഫ് കണ്ടൻസ് കഴിഞ്ഞു, ഓക്കെ കൊടുക്കുന്നു, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. 1 മിനിറ്റിൽ 7 മാർക്കാണ്. ഇത്രയും സിമ്പിളാണ് പരിപാടി. എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് ആസ് കൊടുക്കുക. ഓക്കെ, സേവ് ആസ് കൊടുക്കുക. നിങ്ങൾ രജിസ്റ്റർ നമ്പർ _question നമ്പർ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വരുന്നു, എക്സാം ഡോക്യുമെൻറ്റ്സിൽ വരുന്നു. എക്സാം ഡോക്യുമെൻറ്റ്സ് അല്ല, exam 10 വരുന്നു. index_2 ഇങ്ങനെയല്ല നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, നിങ്ങളുടെ റൂൾ നമ്പർ, രജിസ്റ്റർ നമ്പർ _question നമ്പർ. ഓക്കെ, അത് കഴിഞ്ഞു. ആ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇനി അതേപോലെ ഇതാ മലയാളം പോയറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സെയിം സംഭവം, ഒന്നും ചെയ്യാനില്ല. ഹെഡിങ് 1 പിന്നെന്താ, ടേബിൾ ഓഫ് കണ്ടൻസ് ഇടുക. അപ്പോൾ ഇവിടുന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള തിയറി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഈ സാധനം ഓക്കെ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു, ടേബിൾ ഓഫ് കണ്ടൻസ് ആക്കിയിട്ടില്ല. ആക്കുന്നതിന് മുമ്പ് ഈ ഹെഡിങ് 1 ആക്കിയില്ല. അപ്പോൾ മലയാളം പോയറ്റ്സ് എന്നുള്ള ഞാൻ എടുത്ത് കാണിച്ചു തരാം. തിയറിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഞാൻ മലയാളം പോയറ്റ്സ് എടുത്തു. ഇപ്പോൾ നിങ്ങൾ കണ്ണ് വെച്ച് നിങ്ങൾ കണ്ടാൽ മനസ്സിലായി, ഇതൊരു ഹെഡിങ് ആണ്, ഇതൊക്കെ ഒരു സബ് ഹെഡിങ് അല്ലേ. അതൊക്കെയാണ് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ബ്രെയിൻ ഭയങ്കര അടിപൊളിയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെക്കാട്ടൊക്കെ അടിപൊളിയാണ്. ഞാനിവിടെ പോയിട്ട് ഇനി ഇൻസേർട്ട് കൊടുത്തിട്ട് ഇതാ ടേബിൾ ഓഫ് കണ്ടൻസും ഇതും ആഡ് ചെയ്തു. ഒന്നും വരില്ല, കണ്ടോ? കാരണം എന്താണ്, നമ്മുടെ ലിബ്രെ ഓഫീസ് റൈറ്റർ അല്ലേ ബേസ് ഈ സാധനത്തിന് ഏതാണ് ഹെഡിങ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഹെഡിങ് സ്റ്റൈൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഹെഡിങ് സ്റ്റൈലുള്ള ആളെ, അപ്പോൾ ആ സ്റ്റൈലും ആ ഫോണ്ടും അത് നമ്മൾ കൊടുത്തതിനനുസരിച്ചാണ് നമ്മുടെ ടേബിൾ ഓഫ് കണ്ടൻസിൽ എന്ത് ആഡ് ചെയ്യണമെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാവുക. അപ്പോൾ കമ്പ്യൂട്ടറിന് നിങ്ങൾക്ക് മനസ്സിലാവായിരിക്കും. അപ്പം എന്തുകൊണ്ടാണ് ഇപ്പം ഒന്നും വരാത്തത്, നമ്മൾ ഹെഡിങ് 1 കൊടുത്തിട്ടില്ല. ഇതേ സാധനം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഹെഡിങ് 1 ഹെഡിങ് 2 കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഇയാളെ സെലക്ട് ചെയ്തു. ഓക്കെ, ഇതൊക്കെ സെലക്ട് ചെയ്തു. ഓക്കെ, ഞാൻ താഴത്തെ ആളെ സെലക്ട് ചെയ്യുന്നത്, താഴത്തെ ONV ഗ്രൂപ്പും 2-3 ആൾക്കാരെ സെലക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കമ്പ്യൂട്ടർ എന്താണെന്ന് മനസ്സിലാത്തത്. ഓക്കെ, ഹെഡിങ് 2 ഞാൻ കൊടുത്തു, നമുക്ക് നോക്കാം വർക്ക് ചെയ്യുന്നു ഹെഡിങ് 2. ഓക്കെ, എന്നിട്ട് ഞാൻ ഇനി ഇൻസേർട്ട് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കണം, വളരെ 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 ഇമ്പോർട്ടൻ്റ്. ഓക്കെ കൊടുക്കുന്നു. കണ്ടോ, നമ്മൾ കൊടുത്ത ആൾക്കാർ, നമ്മളെന്താ ഹെഡിങ് ആയിട്ട് കൊടുത്ത ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തു. അതാണ് നിങ്ങൾക്ക് കാണുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ONV കുറിപ്പൊന്നും ഇല്ലല്ലോ, കാരണം അത് നമ്മുടെ ഹെഡിങ് സ്റ്റൈൽ അല്ല. അപ്പോൾ ഇപ്പം നമ്മൾ മനസ്സിലാക്കണം, തിയറിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, എങ്ങനെയാണ് ടേബിൾ ഓഫ് കണ്ടൻസിൽ ഈ ഇതിൽ വരിക എന്ന്, ഓട്ടോമാറ്റിക്കായിട്ട് വരിക. നമ്മളത് ഹെഡിങ് സ്റ്റൈൽ കൊടുക്കണം. സ്റ്റൈൽ എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്, ഫോർമാറ്റിംഗ് അല്ല, സ്റ്റൈൽ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇത് പഠിച്ചു. ഓക്കെ, ഇനി ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ പഠിച്ചാൽ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, നിങ്ങൾ സെറ്റാണ്, എക്സാം ഫുൾ മാർക്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റെപ്പിറ്റേഷൻ, വീണ്ടും വരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഹെഡിങ് 1 ആക്കാൻ പറയുന്നു. ഇനി മെയിൽ മെർജിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ കാര്യം മറക്കരുത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഹെഡിങ്. ഞാൻ പറഞ്ഞു നമ്മൾ ഹെഡിങ് ഉണ്ടാക്കാനും നിങ്ങളോടൊരു പ്രത്യേക സ്റ്റൈൽ ഹെഡിങ് ഉണ്ടാക്കാൻ പറയും, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറയും. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മറക്കരുത്. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇങ്ങോട്ട് വരാം. ഓക്കെ, നമ്മുടെ ആക്ടിവിറ്റി 1 നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ത്യൻ മാത്തമാറ്റീഷ്യനായ ഒരു ലേഖനം എന്താണ്, ഒരു ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ് ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, OTT ഫയലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സാം ഡോക്യുമെൻറ്റ്സ് ചെയ്യുന്നു, ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇനി എവിടെ പോയി,
എന്തൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, മാത്സ് ഓക്കെ നമുക്ക് വായിക്കാം. ഓക്കെ, ഇതൊക്കെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ ഇംഗ്ലീഷ് ഇതും കൂടെ എടുത്തുതരാം. എനിക്കതാ കുറച്ചുകൂടി സുഖം. ഓക്കെ, ഇനി നോക്കിയേ, സൈഡ് ബാർ സെറ്റിങ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്താണ്, റൈറ്റ് ക്ലിക്ക് ഓൺ ഹെഡിങ് 2. നമ്മുടെ സ്റ്റൈലിലൂടെ ഹെഡിങ് 2 റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ നെക്കണം. നമ്മളോട് പുതിയ സ്റ്റൈൽ ഉണ്ടാക്കാനാണ് പറഞ്ഞത്, മാത്സ് എന്നുള്ള പേര്. ഓക്കെ, അതാണ് നമ്മുടെ പേര്. ഓക്കെ, അപ്പം ഇന്ന് നോക്കിയേ, നിങ്ങൾ ഇത് നെക്കിയിട്ട് ഈ സാധനം വന്നില്ല, നിങ്ങളിത് ഓപ്പൺ ചെയ്തപ്പോൾ ഈ സാധനം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ വയ്ക്കുക മോർ സ്റ്റൈൽസിനൊക്കെ, അല്ലെങ്കിൽ റൈറ്റിൽ ഇവിടെ ഇതാ ഈ 4ാമത്തെ ആളെ സെലക്ട് ചെയ്യുക. ഓക്കെ, സ്റ്റൈൽസ് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഒരു പുതിയ സ്റ്റൈൽ ഉണ്ടാക്കണം. അപ്പോൾ എവിടെയാണ് പറഞ്ഞത്, ഹെഡിങ് 2 ഒരു വിഭാഗം, ഹെഡിങ് 2 പുതിയതായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഹെഡിങ് 2 നിങ്ങൾ നിൽക്കുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ നിൽക്കുന്നു. ഓക്കെ, പുതിയത് വേണം. അപ്പോൾ ഇനി എന്താണ് അതിൻ്റെ പേര് കൊടുക്കാൻ പറയുക, ഇഷ്ടമുള്ള പേര് കൊടുക്കാറില്ല, മാത്സ്. ഓക്കെ, മാത്സ് എന്നുള്ള പേര് കൊടുക്കുന്നു. ഓക്കെ, മാത്സ് എന്നുള്ള പേര് കൊടുക്കുന്നു, മാത്സ്. ഓക്കെ, ഇനി എന്താണ് അടുത്ത വേണ്ടത്, ഫോണ്ട് ഫാമിലി ബിറ്റ് സ്ട്രീം വെറ സാൻസ് മോണോ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻഹെറിറ്റ് ഫ്രം കാറ്റഗറി എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ടോ? ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, ഇവിടെ ഒന്നും വേണ്ട അല്ലേ, ഇവിടെ ഒന്നും വേണ്ടി വരില്ല. ആയിക്കോട്ടെ, ഞാൻ ഓക്കെ കൊടുക്കുന്നു. ആയിക്കോട്ടെ, ഹെഡിങ് 2 ഡീൽ തന്നോ. പക്ഷേ ഇനി ഇതിലെനിക്ക് കുറേ മോഡിഫൈ ഉണ്ട്, ഞാൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തില്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ സൈഡിനുള്ളിൽ ഒന്നും കാണുന്നില്ല അല്ലേ, ഫോണ്ട് കാണുന്നില്ല, ഫോണ്ട് ഫാമിലി ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ നോക്കണം, ബാക്കിയുള്ള കുറേ ഹെഡിങ്സ് ഉണ്ട്. അപ്പോൾ ഈ ഹെഡിങ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഇങ്ങനെ ഈ ഭാഗം മാത്രം നോക്കി, ഈ ഭാഗം മാത്രം ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തിയറി ചോദിക്കും, ഇത് എവിടെ കാണുന്ന ഹെഡിങ്ങാണ്, എന്ത് ആഡ് ചെയ്യുമ്പോഴുള്ള ഹെഡിങ്ങാണ്. ഒരു പുതിയ ഹെഡിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള ടൈപ്പ് ഓപ്ഷൻസ് ആണ് വരിക കേട്ടോ. ഫോണ്ടിലേക്ക് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എന്തായിരുന്നു പറഞ്ഞത്, ഞാൻ പറഞ്ഞു, ബിറ്റ് സ്ട്രീം വെറ സാൻസ് മോണോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ബിറ്റ് സ്ട്രീം എന്ന് കുറച്ച് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ അതിൻ്റെ അടുത്തേക്ക് വന്നോളും, ബിറ്റ് സ്ട്രീം വെറ സാൻസ് മോണോ. ഇനി ബോൾഡ് ആണോ ബോൾഡ് അല്ലയോ ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ നമ്മളത് അതിനെപ്പറ്റി ആലോചിക്കേണ്ട. ഓക്കെ, ഇന്ന് നോക്കിയേ, 120% മജൻറ്റയും കൊടുക്കണം. ഓക്കെ, ഇങ്ങോട്ട് വരാം. അപ്പോൾ 120% സൈസ് നോക്കിയാൽ 120%. ഇനി കളർ കാണുന്നില്ല, അപ്പോൾ കളർ എന്ത് ചെയ്യണം, അപ്പുറത്ത് ഫോണ്ട് എഫക്ട്സിലുണ്ടാവും നോക്കാം. ഫോണ്ട് എഫക്ട്സിൽ കളർ ഓട്ടോമാറ്റിക് മാറ്റിയിട്ട് മെജൻഡ, റെഡ്, ഓറഞ്ച്, യെല്ലോ, എവിടെ മൗസ് ഉണ്ട്, മെജൻഡ കിട്ടി, ഇതാ നടുക്കിലുള്ള കളറാണ്. അപ്പോൾ കളർ കിട്ടി. ഓക്കെ, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക, കഴിഞ്ഞു. അപ്പോൾ മാത്സ് എന്നുള്ള സ്റ്റൈൽ ഇങ്ങനത്തെ ഒരു മാത്സ് സ്റ്റൈൽ. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്, നമ്മളെ സ്റ്റൈൽ ഉണ്ടാക്കി. ഓക്കെ, ഇനി ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഉണ്ടാക്കി മാത്സിന് ഫോണ്ട് ഫാമിലി ഇതൊക്കെ ചെയ്ത് മജൻഡയും കൊടുത്തു. സെലക്ട് ഓൾ സബ് ഹെഡിങ്സ് യൂസിങ് കൺട്രോൾ കീ ആൻഡ് ഇത് കൊടുക്കണം. ഓക്കെ, ഇനി നമ്മളെന്താ മാത്സ് കൊടുക്കണം സബ് ഹെഡിങ്സിനെല്ലാം. അപ്പോൾ സിമ്പിളാണ്. നോക്കിയാൽ ആര്യഭട്ട സെലക്ട് ചെയ്തു, ബ്രഹ്മഗുപ്ത സെലക്ട് ചെയ്തു, ഭാസ്കര സെലക്ട് ചെയ്തു, ശ്രീനിവാസ രാമാനുജൻ, രാമാനുജൻ വെരി ഗുഡ്. പിന്നെന്താണ്, മഹാലനോബിസ്. ഓക്കെ, അപ്പോൾ അത് മൊത്തം സെലക്ട് ചെയ്തു. മൊത്തം സെലക്ട് ചെയ്യണമെങ്കിൽ എനിക്കൊന്ന് വലിച്ചിടാൻ നല്ലത്, അത് വലിച്ചിടുന്നു. ഓക്കെ, സത്യനാം ബോസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇവരൊക്കെ സെലക്ട് ചെയ്തു. ഇനി നിങ്ങളുടെ സ്റ്റൈലിൽ താഴേക്ക് വരിക. നിങ്ങൾക്കിതൊന്നും കാണുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ഹെഡിങ് നിൽക്കുക. അതുപോലെ ഹെഡിങ് 2ൻ്റെ അടിയിൽ ഉള്ളിലുള്ള ആളെ സെലക്ട് ചെയ്യും, ഡബിൾ ക്ലിക്ക് ചെയ്യുക, കഴിഞ്ഞു. എല്ലാവരും സെലക്ട് ചെയ്തോ, ആരെങ്കിലും മിസ് ചെയ്തോ, ഇല്ല, സെറ്റ്. എല്ലാവരും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടത് നോക്കാം. ക്വസ്റ്റ്യനിൽ സേവ് ആസ് പറയുന്നു. സേവ് ആസ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ഓൺ ഹോം, നമ്മുടേതാ സേവ് ആസ് കൊടുക്കുന്നു, കഴിഞ്ഞ പരിപാടി. ഫയൽ സേവ് ആസ്. ഫയൽ സേവ് ആസ് എവിടെയാണ് ചെയ്യേണ്ടത്, ഹോമിൽ, എക്സാം 10ൽ. എന്താണ് ഇവിടെ പേര് വരിക, എനിക്കിത് ഞാൻ ഇൻഡെക്സിൽ ഇത് ഹെഡിങ്, ഞാൻ ഹെഡിങ് കൊടുക്കുന്നു, ഹെഡിങ് 1 എന്ന് കൊടുക്കും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇനി ഇതേപോലെ വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഹെഡിങ് 2 മാറ്റിയിട്ട് എന്ത് ചെയ്യണം, അന്തികയാക്കാൻ പറയുന്നു. ഓക്കെ, അന്തിക. ഓക്കെ, ഹെഡിങ് 2 മോഡിഫൈ ആണ് ചെയ്യേണ്ടത്, സ്റ്റൈൽ നൽകുക. നോക്കട്ടെ. ഇവിടെ ചിലതിൽ ഉണ്ടാക്കാൻ പറയും. ഓക്കെ, എന്താ നോക്കിയേ, ഇവിടെ ക്ലിക്ക് ഹെഡിങ് 2 ആൻഡ് മോഡിഫൈ, അത് ഞാൻ കാണിച്ചു തരാം. വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഹോമിൽ എക്സാം Nobel Prize.ott. അപ്പോൾ ഇയാളെ ക്ലോസ് ചെയ്യുന്നു. Nobel Prize.ott എവിടെ, നൊബേലിനിക്ക്. ഇനി Nobel Prize നമ്മൾ എന്താണ്, ഹെഡിങ് 2 അവിടെ എനിക്ക് ഓൾറെഡി ഉണ്ട്. ഞാൻ എന്താ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ അല്ല, മോഡിഫൈ, അയാളെ തന്നെ അങ്ങ് മാറ്റുക. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അന്തികയാക്കണം, ഫോണ്ട് സൈസ് 110 ആക്കണം. ടെക്സ്റ്റ് ഫോണ്ടിനേക്ക് അന്തികയാക്കി 100 എത്ര ആക്കണം, 110 ഗ്രീൻ ആക്കണം, 110% ആക്കണം, പെർസെൻറ്റേജും കൂടി കൊടുക്കുക. ഇനി എന്താണ്, ഫോണ്ട് എഫക്ട്സിൽ ഗ്രീൻ കൊടുക്കണം. ഏത് ഗ്രീനാണ് കൊടുക്കുക, സ്റ്റാൻഡേർഡ്, ലൈം അല്ല, ഇതാണ് ഗ്രീൻ, ആ ഗ്രീൻ അത് കൊടുത്തു. അപ്ലൈ, ഓക്കെ, കഴിയും. ഹെഡിങ് 2 അങ്ങനെയാക്കി. ഇനി എന്തിനാണ് കൊടുക്കേണ്ടത്, ഇനി സെലക്ട് ഓൾ സബ് ഹെഡിങ്സ് ആൻഡ് ഗ്രീൻ കൊടുക്കുക. അതാ ഇയാളാണ് സബ് ഹെഡിങ്സ്. ഹെഡിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആൾ, തൊട്ട് താഴെ വരുന്നതാണ് സബ് ഹെഡിങ്. ഓക്കെ, ചെറിയ ഹെഡിങ്. ഓക്കെ, എല്ലാം പരിപാടിയും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇവിടേക്ക് വരുന്നു, താഴെ ഹെഡിങ്ങിലേക്ക് വരുന്നു. ഹെഡിങ് 2 നിങ്ങൾ കാണാൻ പറ്റിയിരിക്കും, കഴിഞ്ഞ പരിപാടി. അന്തികയായി ഇതായി സേവ് ആസ് ആൻഡ് ഞാനിതാ ഹോമിൽ എക്സാം 10ൽ
ഞാൻ എൻ്റെ ഹെഡിങ് 2 എൻ്റെ ഹെഡിങ് ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. നിങ്ങൾ റോൾ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ സേവ് ചെയ്യുന്നു. എന്നിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. അതോട് കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ വേറെ തന്നെ എന്താ ഹെഡിങ് 1 മാറ്റാൻ പറഞ്ഞു, ഹെഡിങ് 1 ഇങ്ങനെ ആക്കാൻ പറയുന്നു. ഇവിടെ മോഡിഫൈ ആണ്, ശ്രദ്ധിക്കുക. മാറ്റാൻ അല്ലെങ്കിൽ ചേഞ്ച് വരുത്താൻ പറയുമ്പോൾ മോഡിഫൈ, അല്ലെങ്കിൽ പുതിയത് ഉണ്ടാക്കാൻ പറയുമ്പോൾ ന്യൂ നിൽക്കുക. ഇവിടെ എന്താണ് സെയിം സാധനം ആക്ടിവിറ്റി 4 ഇതാ. ഓക്കെ, ആക്ടിവിറ്റി 5 നമ്മൾ ചെയ്തിട്ടുണ്ട് ടേബിൾ ഓഫ് കണ്ടൻസ് ഉണ്ടാക്കാൻ. ഓക്കെ, ആക്ടിവിറ്റി 6 നമ്മൾ ചെയ്തിട്ടുണ്ട് ടേബിൾ ഓഫ് കണ്ടൻസ് ഉണ്ടാക്കാൻ. ആക്ടിവിറ്റി 7 എന്താണ് ടേബിൾ ഓഫ് കണ്ടൻസ് ഉണ്ടാക്കാൻ ഞാൻ കാണിച്ചു തന്നു, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ ആവശ്യമുള്ളത്. ഓക്കെ, അത് മനസ്സിലല്ലോ. ഇതും ടേബിൾ ഓഫ് കണ്ടൻസ് ഉണ്ടാക്കാൻ സെയിം സാധനം റെപ്പിറ്റേഷനാണ്.